ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച, അധ്യായം 17. വിമല ചായക്കപ്പുകൾ നിരത്തിവെച്ച ട്രേയുമായി ഹാളിലേക്ക് വന്നു. കസേരകളിലും സോഫയിലുമായി ഇരിക്കുന്ന എല്ലാവരുടെയും മുഖങ്ങളിൽ ആശങ്കയുടെ നിഴൽ വീണ് കിടപ്പുണ്ടെന്ന് അവർ കണ്ടു. വിമല ട്രേ കൊണ്ടുവന്ന് ടീപ്പോയുടെ മീതെ വെച്ചു. ചന്ദ്രശേഖരൻ മനോപ്രസാദിനെയും ആഷിമയെയും നോക്കി. ചായ കുടിക്കി. അവർ ഇരുവരും കപ്പുകളെടുത്തു. ചായക്കപ്പിൽ ഒരെണ്ണം വിമല എടുത്തു നീട്ടിയപ്പോൾ വിദ്യ നിരസിച്ചു. അവൾക്കൊന്നും വേണ്ട. ശാരദാമണിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ആഷിമ പറഞ്ഞപ്പോൾ മുതൽ നെഞ്ചിൽ ശ്വാസം വിലങ്ങിക്കിടക്കുകയാണ്. രാഹുൽ മരിച്ച രാത്രിയിൽ നെടുമ്പുരയ്ക്കലെത്തിയ സന്ദർശകൻ മുരളിയേട്ടനാണത്രേ. ഇത് ഇത്രനാളും ശാരദാമ്മ മറച്ചു പിടിച്ചതിന് പിന്നിൽ വലിയൊരു ദുരൂഹത ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ദുരൂഹത എന്താണെന്നറിഞ്ഞാൽ മാത്രമേ രാഹുൽ മരിച്ചതെങ്ങനെയെന്ന് കൃത്യമായി പറയാനാവൂ. വൈശാഖിൻ്റെയും കള്ളക്കുറിപ്പിൻ്റെയും പേരിൽ പവർ ഓഫ് അറ്റോർണി മുരളി എഴുതി കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. സകല കളികൾക്കും പിന്നിൽ മറഞ്ഞിരുന്നവൻ ഈ മുരളീകൃഷ്ണനാണെന്ന്. ചന്ദ്രശേഖരൻ്റെ കലിപൂണ്ട സ്വരം വന്നപ്പോൾ വിദ്യ പകയോടെ അയാളെ നോക്കി. രാഹുൽ മരിച്ച ഉടനെ സകല അധികാരങ്ങളും ഏറ്റെടുത്താൽ എല്ലാവരും സംശയിക്കുമെന്ന് മുരളി കണക്കുകൂട്ടി കാണും. എല്ലാം വൈശാഖിനെയും കുറുപ്പിനെയും ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാറി നിന്നാൽ മതിയല്ലോ. എത്ര കാലം കഴിഞ്ഞാലും ഉടമസ്ഥാവകാശം അവന് തന്നെ കിട്ടും. മറിച്ച് വിദ്യ അവിടെ സ്ഥാനമുറപ്പിച്ചാൽ രാഹുലിൻ്റെ ഓഹരി അവൾക്ക് നൽകേണ്ടി വരില്ലേ? അതാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് വന്നപ്പോൾ പവർ ഓഫ് അറ്റോർണിയുമായി അവൻ മുന്നോട്ട് വന്ന് ഇവളെ ഒതുക്കിയത്. കാഞ്ഞ ബുദ്ധി തന്നെയാ കഴിവരുടെ മോൻ്റേത്. ചന്ദ്രശേഖരൻ അമർഷം തുറന്നുവിട്ടു. പക്ഷേ അങ്ങനൊരു ചതിക്ക് ശാരദാമ്മ കൂട്ടുനിൽക്കുമോ അച്ഛാ? രാഹുലിൻ്റെ മരണത്തിന് ഏതെങ്കിലും വിധത്തിൽ മുരളിയേട്ടൻ ഉത്തരവാദിയാണെങ്കിൽ അമ്മയ്ക്കത് മറച്ചു പിടിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എനിക്ക് പറയുന്നതൊന്നും വിശ്വസിക്കുവാനേ കഴിയുന്നില്ല. അടഞ്ഞ ശബ്ദത്തിലാണ് വിദ്യ പറഞ്ഞത്. എല്ലാവരുടെയും ശ്രദ്ധ വിദ്യയുടെ മുഖത്തേക്കായി. അവൾ കണ്ണു തുടച്ചിട്ട് ആഷിമയെ നോക്കി. മുരളിയേട്ടനാണ് അന്ന് രാത്രി അവിടെ വന്നതെന്ന് ശാരദാമ്മ പറഞ്ഞോ? ഇല്ലല്ലോ. ഇതൊക്കെ ആഷിമയുടെ ഊഹങ്ങളല്ലേ? ആഷിമ വിദ്യയുടെ വേവലാതി നിറഞ്ഞ മുഖത്തേക്ക് അലിവോടെ നോക്കി. രാഹുലിൻ്റെ മരണരഹസ്യം അറിയണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നവളാണ്. എങ്കിലും അത്ര നാളും ജ്യേഷ്ഠസ്ഥാനത്ത് കണ്ട മുരളീകൃഷ്ണൻ പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ വയ്യ. അന്ന് രാത്രി സന്ദർശനം നടത്തി ചെകുത്താനെന്ന് ശാരദാമ്മ വിശേഷിപ്പിച്ച ആൾ മുരളി തന്നെയാണ് വിദ്യ. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതെങ്ങനെ ഉറപ്പിക്കും ആഷിമ? അമ്മ എന്നോട് പറഞ്ഞതുപോലെ സുബാധമില്ലാതെയോ അവർ കൊടുത്ത മരുന്നൊക്കെ കഴിച്ച് മനസ്സും ബുദ്ധിയുമൊക്കെ മന്ദിച്ചും കിടക്കായിരുന്നോ? വിദ്യ തർക്കിച്ചു. വേണ്ടത്ര ബോധമില്ലാതെ തന്നെയാ അന്ന് ശാരദാമ്മ സംസാരിച്ചതെന്ന് ഞാനും സമ്മതിക്കുന്നു. സുബോധമുണ്ടായിരുന്നെങ്കിൽ മുരളീകൃഷ്ണനെക്കുറിച്ചുള്ള ഒരു സൂചന പോലും അവർ തരില്ലായിരുന്നോ? കാരണം തൻ്റെ മൂത്ത മകൻ പിടിക്കപ്പെടരുതെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആഷിമ പറഞ്ഞപ്പോൾ വിദ്യ നിഷേധാർത്ഥത്തിൽ തലയിളക്കി. മനുപ്രസാദ് വിദ്യയുടെ ധർമ്മസങ്കടം മനസ്സിലാക്കി. അവൻ ആഷിമയെ നോക്കി. പറയുന്ന കാര്യത്തിന് ഒരു യുക്തി വേണ്ടടോ. ഒരമ്മ സ്വന്തം മകൻ്റെ ജീവൻ കുരുതി കൊടുക്കാൻ കൂട്ടിച്ചേരുമോ? അല്ലെങ്കിൽ പിന്നെ രാഹുൽ അവരുടെ മകനല്ലായിരിക്കണം. ഇവിടെ അങ്ങനത്തെ അസംബന്ധങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ. വിദ്യ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അന്ന് രാത്രിയിലെ ആ സന്ദർശകൻ മുരളീകൃഷ്ണനാവില്ല. ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നിയ ഒരു വിഭ്രമ ചിന്തയാവും അത്. അങ്ങനെ ഒരു ചെകുത്താൻ അവിടെ വന്നിട്ടുണ്ടാവില്ല. ആഷിമ ചായക്കപ്പ് ടീപ്പയുടെ മീതേക്ക് വെച്ച് മനുപ്രസാദിൻ്റെ മുഖത്തേക്കൊന്ന് തറപ്പിച്ച് നോക്കി. അങ്ങേയറ്റം ഗൗരവവും തനിക്ക് തീർച്ചയുള്ളതുമായ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ആഷിമയുടെ നോട്ടം അത്ര മൂർച്ചയുള്ളതാവാറുള്ളൂ എന്ന് അനുഭവം കൊണ്ട് മനുപ്രസാദിനറിയാം. മറ്റൊരു വഴിക്ക് ആലോചിച്ച് കാട് കയറേണ്ട മനു. ഇന്നുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അന്ന് രാത്രി മുരളീകൃഷ്ണൻ നെടുമ്പുരയ്ക്കൽ വന്നിട്ടുണ്ട്. ശാരദാമ്മയോട് രാഹുലിനോടും സംസാരിച്ചിട്ടുണ്ട്. രാഹുൽ കൊല്ലപ്പെടുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തതെങ്കിൽ അതിൻ്റെ കാരണം മുരളീകൃഷ്ണൻ തന്നെയാണ്. ശാരദാമ്മയുടെ മനസ്സ് തകർന്നതും രാഹുലിൻ്റെ മരണവിവരം അറിഞ്ഞിട്ടല്ല. അതിൻ്റെ കാരണക്കാരനും ഇതേ മുരളീകൃഷ്ണനാണ്. ഹാളിലെ വീർപ്പടക്കിയ നിശബ്ദതയെ കീറിമുറിക്കാൻ തക്ക മൂർച്ചയുള്ള ശബ്ദത്തിലാണ് ആഷിമ സംസാരിച്ചത്. വിദ്യയ്ക്ക്
നെഞ്ചിനുള്ളിൽ തണുത്ത മിന്നലുകൾ പൊളഞ്ഞുവെന്ന് തോന്നി. മനുപ്രസാദും ചന്ദ്രശേഖരനും വിമലയും ശ്വാസം കഴിക്കാൻ പോലും ഒരു നിമിഷം മറന്നുപോയി. എന്തിനു വേണ്ടിയാണ് മുരളീകൃഷ്ണൻ ഇതൊക്കെ ചെയ്തത് എന്നതിൽ മാത്രമേ ഒരു അവ്യക്തതയുള്ളൂ. കാരണം സ്വത്തുക്കൾ അയാളുടെ പേരിൽ തന്നെയാണ്. ടെക്സ്റ്റൈൽസ് ഇരിക്കുന്ന ഭൂമിയും മുരളീകൃഷ്ണൻ്റെ പേരിലാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് രാഹുൽ തന്നെയാണല്ലോ. അത് തെളിയിക്കാൻ അവന് സാധിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ വില നൽകി രാഹുലിനത് സ്വന്തമാക്കാം. അല്ലെങ്കിൽ താൻ പണിത കെട്ടിടം പൊളിച്ചു കൊണ്ടുപോകാം. ശാരദാസ് വസ്ത്രവിഹാർ എന്ന പൊന്നു കായ്ക്കുന്ന മരം സ്വന്തമാക്കുക എന്ന ഉദ്ദേശം മുരളീകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ നിഗമനം. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മനുപ്രസാദ് മാത്രം ഒരു ചോദ്യം കൂടി ചോദിച്ചു. മുരളീകൃഷ്ണനും ടെക്സ്റ്റൈൽസ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നറിഞ്ഞാൽ രാഹുൽ അതിനെതിരെ സർവ്വകരുത്തുമെടുത്ത് ഫൈറ്റ് ചെയ്യില്ലേ? ജ്യേഷ്ഠൻ്റെ ആർത്തിക്ക് സ്വന്തം ജീവൻ കളഞ്ഞാണോ അവനെപ്പോലെ ഒരാൾ മറുപടി കൊടുക്കുക? അവിടെയാണ് മനു എനിക്ക് കൺഫ്യൂഷൻ. ഈ സാധ്യതകളെല്ലാം നിരത്തി വയ്ക്കുമ്പോൾ രാഹുൽ ആത്മഹത്യ ചെയ്യാനില്ല, കൊല്ല. വിദ്യ നടുക്കത്തോടെ ആഷിമയുടെ മുഖത്തേക്ക് നോക്കി. ആഷിമ അത് കാണാതെ തുടർന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഫോറൻസിക്സ് ഡിവിഷനെയും ഒരു സംശയത്തിൻ്റെ തുമ്പ് പോലും നൽകാതെ കബളിപ്പിച്ച് അങ്ങനെ ഒരു കൊല നടത്തണമെങ്കിൽ അത്ര വിദഗ്ധനായ ഒരു കൊലയാളിക്കല്ലേ കഴിയൂ? എങ്ങനെയാണ് അടഞ്ഞുകിടക്കുന്ന ഒരു മുറിക്കുള്ളിൽ ചെന്ന് അത്ര സമർത്ഥ്യത്തോടെ മുരളീകൃഷ്ണനെ പോലെ ഒരാൾ കൊല നടത്തുക? ഇറ്റ് ഈസ് അൺബിലീവബിൾ. മനുപ്രസാദിന് തൻ്റെ മുൻപിൽ നിവർന്നു കിടക്കുന്നത് ദുർഗ്രഹമായ ഒരു സമസ്യയാണെന്ന് തോന്നി. ആത്മഹത്യയാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറയുന്ന ഒരു മരണം. സാഹചര്യങ്ങൾ എങ്ങനെ പരിശോധിച്ചാലും അയാൾ കൊല്ലപ്പെട്ടത് തന്നെയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ലെന്നാണോ ആഷിമ പറയുന്നത്? മനുപ്രസാദ് ചോദിച്ചു. കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മുരളീകൃഷ്ണന് മാത്രമേ പറ്റൂ. പക്ഷേ സ്വന്തം കുഴി അയാൾ തന്നെ കുഴിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ആഷിമ നിരാശയോടെ പറഞ്ഞു. ചന്ദ്രശേഖരൻ വിദ്യയെ നോക്കി. മുരളി എവിടെയാണെന്ന് നിനക്കറിയോ? കുട്ടിക്കാലത്ത് പ്രമീള ചേച്ചിയുടെ വീട്ടിൽ കാണും. അവനെ നേരിട്ട് കണ്ടു ചോദിക്കാം. മറുപടി പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. ചന്ദ്രശേഖരൻ ആലോചിച്ച് ഉറപ്പിച്ച മട്ടിൽ പറഞ്ഞു. വഴക്കിനോ ബഹളത്തിനോ പോയിട്ട് കാര്യമില്ലെങ്കിൽ നിയമപരമായി നമുക്ക് അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ പറ്റിയേക്കും. പക്ഷേ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ചൊരു ഗുണവും കിട്ടാനുമില്ല. ഒരു നിയമവും ഞാൻ നോക്കുന്നില്ല. വിദ്യേ, നീ തയ്യാറായിക്കോണം. നാളെ തന്നെ കുട്ടിക്കാനം വരെ പോകാം. പ്രമീളോട് വിളിച്ച് പറയാനൊന്നും മെനക്കെടണ്ട. എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവൻ പിടിതരാതെ മുങ്ങിയാലോ? നമ്മൾ ചെല്ലുമ്പോൾ മുരളിയേട്ടൻ പമ്പിലോ ഫൈനാൻസ് കമ്പനിയിലോ ആണെങ്കിൽ എന്തു ചെയ്യും? അതപ്പോൾ ആലോചിക്കാം. നാളെ സൺഡേ അല്ലേ? അവൻ വീട്ടിൽ തന്നെ കാണാനാണ് സാധ്യത. ചന്ദ്രശേഖരൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. വിദ്യ മനുപ്രസാദിനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തും ആശങ്കയാണെന്ന് കണ്ടതോടെ വിദ്യയുടെ മനസ്സിലും മഷി കലങ്ങി. ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും വിദ്യ ഇറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രശേഖരൻ കാറിൽ ചാരിയിരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അവൾ വരുന്നത് കണ്ടപ്പോൾ ചന്ദ്രശേഖരൻ സിഗരറ്റ് കളഞ്ഞിട്ട് കാറിൻ്റെ ലോക്കുകൾ തുറന്നു. വിദ്യയുടെ കയ്യിൽ 3-4 വീർത്ത കവറുകൾ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും വലിയ കവറിൽ നിന്നും ടെഡി ബ്ലെയറിൻ്റെ രോമസമൃദ്ധി പുറത്തേക്ക് നീണ്ടു നിന്നു. നീ എന്തൊക്കെയാണ് ഇത് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്? ചന്ദ്രശേഖരൻ ചോദിച്ചു. കുറച്ച് ടോയ്സും ഉടുപ്പുകളും ഒക്കെയാ. പ്രമീള ചേച്ചിയുടെ മോനെ ആദ്യമായി കാണാൻ പോവല്ലേ അച്ഛാ. വിദ്യ ഡോറ് തുറന്ന് കവറുകൾ കാറിൻ്റെ പിൻസീറ്റിലേക്ക് വെച്ചു. നമ്മൾ ബന്ധം പുതുക്കാനോ സൗഹൃദ സന്ദർശനം നടത്താനോ പോകുന്നതല്ലെന്ന് നീ മറക്കല്ലേ. ചിലപ്പോൾ വലിയ വഴക്കുണ്ടായേക്കാം. രാഹുലിൻ്റെ മരണത്തിന് പിന്നിൽ മുരളിയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു പോലും എനിക്കറിയില്ല. അപ്പോഴാണ് ഈ സമ്മാനം വാങ്ങലും കൊടുക്കലും ഒക്കെ. ചന്ദ്രശേഖരൻ അതൃപ്തിയോടെയാണ് അത് പറഞ്ഞത്. വിദ്യ കലർപ്പു കലരാത്ത ആത്മവിശ്വാസത്തോടെ അച്ഛനെ നോക്കി. ഈ യാത്ര കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു അച്ഛാ. പ്രമീളേച്ചിയും കുഞ്ഞിനെയും കാണണം എന്നല്ലാതെ മുരളിയേട്ടനെ ശത്രുസ്ഥാനത്ത് കണ്ട് വിചാരണ ചെയ്യാനൊന്നും എനിക്കുദ്ദേശമില്ല. 1 വർഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞതല്ലേ. ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തുനിന്നും സ്നേഹത്തോടെ സംസാരിക്കാനല്ലാതെ
ഒരു വാക്ക് മുഷിഞ്ഞു പറയാൻ പോലും കഴിയാത്ത മുരളിയേട്ടൻ രാഹുലിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ആൾക്കാർ നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്ന മുഖവും യഥാർത്ഥമാവണമെന്നില്ല. രജനിയും സുധീഷും വൈശാഖുമൊക്കെ മുൻപ് എങ്ങനെ പെരുമാറിയിരുന്നതാ? അവരെല്ലാം ചേർന്ന് കൊലക്കത്തി നിന്റെ കഴുത്തിന് നേർക്ക് വീശാൻ തയ്യാറാവുമെന്ന് ദുസ്വപ്നത്തിലെങ്കിലും നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് സംഭവിച്ചതെന്താ? ചന്ദ്രശേഖരൻ്റെ ചോദ്യത്തിന് മുൻപിൽ വിദ്യയ്ക്ക് മറുപടി നഷ്ടപ്പെട്ടു. നല്ല വാക്കുകളും നന്മ നിറഞ്ഞ പെരുമാറ്റവും ലോപമില്ലാതെ കുടഞ്ഞിടുന്നവർ രാക്ഷസവേഷവും കെട്ടിയാടുന്നത് കണ്ടിട്ടുള്ളവളാ താൻ. എന്നിട്ടും മുരളിയേട്ടനെ സംശയിക്കാൻ കഴിയാത്തതെന്താന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്നില്ല. കയറ്, പോകാം. കാത്തുനിന്ന് ഞാൻ മുഷിഞ്ഞു. ചന്ദ്രശേഖരൻ കാറിലേക്ക് കയറിയതും വിദ്യയും ഡോർ തുറന്ന് സീറ്റിലേക്കിരുന്നു. അത്തിയാലി ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പാർക്കിംഗ് ഏരിയ കടന്ന് കാർ പുറത്തേക്കിറങ്ങി. വലത്തോട്ട് തിരിഞ്ഞ് കുട്ടിക്കാനം ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി. യാത്രയിലുടനീളം വിദ്യ പുറം കാഴ്ചകളിൽ നിന്നും കണ്ണെടുത്തില്ല. വീതിയേറിയ വളവുകൾക്കപ്പുറം പലയിടങ്ങളിലും അഗാധമായ താഴ്വാരകൾ, പാറപ്പൊട്ടുകളിൽ നീരൊഴുക്കുകൾ സൃഷ്ടിക്കുന്ന ധവളഭംഗി. മലയുടെ ഒരരിക് കവർന്നെടുത്ത് സൃഷ്ടിച്ചതുപോലെയാണ് റോഡുള്ളത്. പല വശത്തും കരിങ്കൽ കെട്ടുകളും വള്ളിക്കാടുകളും പുതച്ചു കിടക്കുന്ന മൺതിട്ടകളും ഉയർന്നു നിൽക്കുന്നു. കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് മരിയൻ കോളേജിന് പിന്നിലൂടെ പോകുന്ന മൺപാതയിലൂടെ 1/2 കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പണി തീരാത്തൊരു വീട് കണ്ടു. ഇതാ അച്ഛാ മുരളിയേട്ടൻ്റെ പുതിയ വീട്, വിദ്യ പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ വീടിന് നേർക്ക് നോക്കി. പാതയിലധികം പണി തീർത്ത കെട്ടിടം, പുല്ലും കളകളും മൂടി ഒരു പ്രേതാലയം പോലെ തോന്നിച്ചു. ഇവനിത് നേരെ ചൊവ്വെ പണി തീർത്തെടുക്കാൻ സമയമില്ലേ? പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കാൻ നടക്കുന്നു. ചന്ദ്രശേഖരൻ ഈർഷ്യയോട് ചോദിച്ചു. വിദ്യ മുഖം തേയിലക്കാടുകൾക്ക് നേരെ തിരിച്ചു. അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രമീളയുടെ വീടായി. ഒറ്റ നിലയിൽ പണി തീർത്ത ഒരിടത്തരം കെട്ടിടമായിരുന്നു അത്. വീട്ടുമുറ്റത്ത് വണ്ടി ചെന്ന് നിന്നതേ വിദ്യ പറഞ്ഞു. മുരളിയേട്ടൻ ഇവിടെ ഇല്ല അച്ഛാ. ചന്ദ്രശേഖരൻ ചോദ്യഭാവത്തിൽ മകളെ നോക്കി. ഉണ്ടെങ്കിൽ കാറ് കാണേണ്ടതല്ലേ? ചന്ദ്രശേഖരന് നിരാശയായി. കാറിൽ നിന്നും കവറുകളും എടുത്താണ് വിദ്യ ചന്ദ്രശേഖരനൊപ്പം സിറ്റൗട്ടിലേക്ക് കയറി ചെന്നത്. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അപരിചിതയായ ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. പ്രമീളേച്ചിയില്ലേ? വിദ്യ സംശയത്തോട് ചോദിച്ചു. ഉണ്ടല്ലോ, നിങ്ങളാരാ? വിദ്യ തന്നെയും ചന്ദ്രശേഖരനെയും പരിചയപ്പെടുത്തി. ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നതാ. പേര് സീതമ്മ. നിങ്ങളിവ് കയറിയിരിക്കി. സീതമ്മ അകത്തേക്ക് തിരിഞ്ഞുപോയി. വിദ്യയും ചന്ദ്രശേഖരനും ഹാളിലേക്ക് കയറി ചെന്നു. ഏതോ മുറിയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വരം ഉയർന്നതും വിദ്യയുടെ നെഞ്ചിൽ ശ്വാസം വിലങ്ങി. കരയല്ലേ ചേച്ചി, മോന് കുറുക്കു തരാലോ. സീതമ്മയുടെ സാന്ത്വന ശബ്ദം വിദ്യ കേട്ടു. അകത്തെ മുറിയിൽ നിന്നും കുഞ്ഞിനെയും എടുത്ത് സീതമ്മ പുറത്തേക്ക് വന്നു. ചേച്ചി കിടക്കുവാ, തലവേദനയാ. സീതമ്മ പറഞ്ഞത് വിദ്യ കേട്ടില്ല. അവളുടെ നോട്ടം കുഞ്ഞിൻ്റെ മുഖത്തായിരുന്നു. വിദ്യ സീതമ്മയുടെ അടുത്തേക്ക് ചെന്ന് കൈനീട്ടി. കുഞ്ഞിനെ എടുത്തപ്പോൾ അവൻ കരച്ചിൽ നിർത്തി. പ്ലാനലിൽ പൊതിഞ്ഞ ഒരിത്തിരി കുഞ്ഞനായാണ് അവനെ മുൻപ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പൂസേ. പ്രമീള പേര് പറഞ്ഞിരുന്ന ഓർമ്മയിൽ വിദ്യ വിളിച്ചപ്പോൾ അപ്പൂസ് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് അപരിചിതത്വം ഒന്നുമില്ല. വിദ്യ മൂക്കുകൊണ്ട് കുഞ്ഞിൻ്റെ മൂക്കിലൊന്നുരസി. ഇപ്പോഴവന് ചിരി വന്നു. കവറിൽ നിന്നും ഒരു ചെറിയ കളിപ്പാട്ടമെടുത്ത് വിദ്യ അപ്പൂസിന് കൊടുത്തു. അതോടെ അവന് കൂടുതൽ പ്രസന്നതയായി. മോനെയും കൊണ്ടാണ് വിദ്യ പ്രമീളയുടെ മുറിയിൽ ചെന്നത്. കിടക്കയിൽ കണ്ണുകൾ അടച്ച് പ്രമീള കിടക്കുകയായിരുന്നു. ചേച്ചി. വിദ്യ സ്നേഹസ്വരത്തിൽ വിളിച്ചപ്പോൾ പ്രമീള കണ്ണുകൾ തുറന്നു. വിദ്യയെ കണ്ട് അവളൊന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു. വിദ്യ പ്രമീളയ്ക്കരികിലായി കിടക്കയിലിരുന്നു. മൈഗ്രെയിനാണോ ചേച്ചി? പ്രമീള മൂളി. അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി. മുൻപും ചെന്നിക്കുത്ത് വരുമ്പോഴുള്ള പ്രമീളയുടെ കഷ്ടപ്പാട് വിദ്യ കണ്ടിട്ടുള്ളതാണ്. തലയുടെ ഒരു വശം മുഴുവൻ പൊട്ടിപ്പോകുന്ന വേദനയാണ്. കണ്ണ് തുറക്കാനോ പ്രകാശത്തിന് നേർക്ക് നോക്കാനോ കഴിയില്ല. ഈ അവസ്ഥയിൽ പ്രമീളയോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്ന് വിദ്യ ഓർത്തു. മുരളിയേട്ടൻ എന്താ ചേച്ചി? പമ്പിലേക്ക് പോയി. ഞങ്ങൾക്ക് മുരളിയേട്ടനെ ഒന്ന് കാണണമായിരുന്നു. 1-2 കാര്യങ്ങൾ
ചോദിച്ചറിയാനാ? പമ്പിലേക്ക് ചെന്നാൽ മതിയല്ലോ. ഇന്നിനി തിരുവല്ല വരെ ചെയ്യെല്ലാം കഴിയില്ല ചേച്ചി. എപ്പോഴാണ് മുരളിയേട്ടൻ തിരിച്ചു വരുന്നത്? പ്രമീള തലവേദന അധികരിച്ചിട്ടെന്ന പോലെ നെറ്റിയിലൂടെ വിരലുകൾ അമർത്തി ഓടിച്ചു. വൈകിട്ടത്തേക്ക് വരുമായിരിക്കും. ചിലപ്പോൾ തിരുവല്ലയിൽ തന്നെ തങ്ങും. മുരളിയേട്ടൻ്റെ പഴയ നമ്പർ മാറിയോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഏട്ടൻ ഫോൺ കയ്യിൽ കൊണ്ട് നടക്കാറില്ല. വണ്ടിയിലോ ഫിനാൻസ് കമ്പനിയിലോ ഒക്കെ വെച്ച് മറക്കും. എങ്ങനെയാണ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴെങ്കിലും വിളിക്കും. ഞാൻ മോളുടെ നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ പറയാം. സീതമ്മ ഒരു പാത്രത്തിൽ അരച്ച പച്ചമരുന്ന് കൂട്ടുമായി മുറിയിലേക്ക് വന്നു. വിദ്യ മോനെയും കൊണ്ട് എഴുന്നേറ്റ് മാറി. സീതമ്മ മരുന്ന് പ്രമീളയുടെ നെറ്റിയിൽ പുരട്ടിക്കൊടുത്തിട്ട് മുറിയിൽ നിന്നും പോയി. നിങ്ങളെപ്പോഴാണ് തിരിച്ചു പോകുന്നത്? പ്രമീള തിരക്കി. പോണം ചേച്ചി. മോനെയും ചേച്ചിയും കാണണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയല്ലേ. എൻ്റെ തല പൊട്ടിപ്പോകുന്ന വേദനയാണ് മോളെ. കണ്ണടച്ച് കിടക്കാനല്ലാതെ 2 ദിവസത്തേക്ക് ഇനി ഒന്നിനും പറ്റില്ല. സാരല്ല ചേച്ചി, ഞാൻ വേറൊരു ദിവസം വരാം. ഇവിടാണെങ്കിൽ ഇപ്പം അമ്മയില്ല. ഭരണങ്ങാനത്ത് ഒരു മരിച്ചടക്കിന് പോയേക്കുക. പ്രമീള വേദന കടിച്ചമർത്തുന്ന വിധത്തിലാണ് സംസാരിച്ചത്. വിദ്യ യാത്ര പറഞ്ഞിറങ്ങി. അവൾ പോകുവാണെന്ന് കണ്ടപ്പോൾ അപ്പൂസിൻ്റെ മുഖം വാടി. തിരിച്ചു പോകാനായി കാറിൽ കയറിയപ്പോൾ ചന്ദ്രശേഖരൻ വിദ്യയോട് ചോദിച്ചു, കരുനാക്കാണോ നിൻ്റേത്? പറഞ്ഞത് അതേപടി സംഭവിച്ചല്ലോ. വിദ്യ മറുപടി പറഞ്ഞില്ല. അപ്പൂസിൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സ് നിറയെ. തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ മോനുമായി മാസങ്ങളുടെ എളുപ്പമല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ. നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ അകത്തളങ്ങളിലും മുറ്റത്തും വർണ്ണശലഭങ്ങളെപ്പോലെ അവർ രണ്ടുപേരും പാറി നടക്കുന്നത് കാണാൻ തന്നെ എന്തൊരഴകായിരുന്നേനെ. താനും രാഹുലും മുരളിയേട്ടനും പ്രമീളേച്ചിയും കുഞ്ഞുങ്ങളും ശാരദാമ്മയും എല്ലാവരും ചേർന്ന് എത്ര സന്തുഷ്ടിയോടെയും സമാധാനത്തോടെയും ജീവിക്കേണ്ട ജീവിതമായിരുന്നു. കല്ലിൽ തട്ടിയ പൂങ്കുല പോലെ ചിതറിപ്പോയി. വിദ്യയുടെ കണ്ണുകളിലേക്ക് എരിഞ്ഞ ഹൃദയത്തിൽ നിന്നെന്ന പോലെ ചുടു കണ്ണുനീർ വന്നു നിറഞ്ഞു. എന്തു ശാപം കൊണ്ടാണ് ഈ ജന്മത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും വെന്തുരുകിപ്പോയത്? ഇനിയേത് ജന്മത്തിലാണ് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ കഴിയുക? കണ്ണുനീർ ഒഴുകിത്തുടങ്ങിയപ്പോൾ ചന്ദ്രശേഖരൻ കാണാതിരിക്കാനായി വിദ്യ മറുവശത്തേക്ക് മുഖം തിരിച്ചു പിടിച്ചു. ചന്ദ്രശേഖർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പ്രമീള മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. അപ്പൂസിനെയും മടിയിൽ വെച്ച് ഹാളിലെ സോഫയിലിരിക്കുകയായിരുന്ന സീതമ്മ ആശ്ചര്യത്തോടെ എഴുന്നേറ്റു. ഇത്ര പെട്ടെന്ന് ചേച്ചിയുടെ തലവേദന മാറിയോ? പ്രമീള അലക്ഷ്യമായി ഒന്ന് മൂളി. അവൾ വാഷ്വേസിനരികിൽ ചെന്ന് നിന്ന് നെറ്റിയിൽ പുരട്ടിയ മരുന്ന് കഴുകിക്കളഞ്ഞു. മുഖം ടവല് കൊണ്ട് അമർത്തി തുടച്ചിട്ട് പ്രമീള വന്ന് അപ്പൂസിനെ വാങ്ങി. നിന്നോടവർ എന്തെങ്കിലും ചോദിച്ചോ? മുരളി സാറ് എപ്പോൾ വരുമെന്ന് ചോദിച്ചായിരുന്നു. നീ എന്തു പറഞ്ഞു? എനിക്കറിയില്ലെന്ന് പറഞ്ഞു. എന്താ ചേച്ചി, അവരെ കുഴപ്പക്കാരും വല്ലവരും ആണോ? പ്രമീള അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, മനസ്സിലായോ? സീതമ്മ തലയാട്ടി. പ്രമീള മോനുമായി തൻ്റെ കിടപ്പറയിലേക്ക് കയറിപ്പോയി. അധ്യായം 29. കാർ മുണ്ടക്കയത്തെത്തിയപ്പോൾ വിദ്യാലക്ഷ്മി ചന്ദ്രശേഖരനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കൂട്ടിക്കൽ വരെ ഒന്ന് പോകണം. മനുവേട്ടനെ കാണണം. ഞാൻ വരണോ? വേണ്ട, ബസ് സ്റ്റാൻഡിൽ എന്നെ ഇറക്കിയിട്ടിട്ട് അച്ഛൻ പോയിക്കോ. നീ ഒരു ഓട്ടോ പിടിച്ചു പോ. തിരിച്ചും അതിൽ തന്നെ വരാലോ. വേണ്ടച്ചാ, ഇഷ്ടം പോലെ ബസ്സുകളുള്ള റൂട്ടല്ലേ, വിദ്യ പറഞ്ഞു. ചന്ദ്രശേഖരൻ അവളെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചു. കൂട്ടിക്കല വീട്ടിൽ വിദ്യ എത്തുമ്പോൾ 3 മണിയായി. ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറിയപ്പോൾ ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും ഒട്ടേറെ ഓർമ്മകൾ ഇരമ്പിയെത്തി. വിദ്യയിൽ ഗ്രഹാതുരത്വം ഉണർന്നു. മനുവേട്ടനൊപ്പം അനേകം അവധി ആഘോഷങ്ങൾ കൊണ്ടാടിയ വീടും തുടിയുമാണ്. ശർക്കരയും തേങ്ങയും മാവിൽ പൊതിഞ്ഞ് വാഴയിലയിൽ മടക്കി ഇന്ദുവമ്മ ചുട്ടുതന്ന ഇലയപ്പത്തിൻ്റെ മധുരിമ ഓർമ്മ വരുന്നു. വിദ്യ കോളിംബെൽ അമർത്തിയപ്പോൾ ഇന്ദുമതിയാണ് വാതിൽ തുറന്നത്. വിദ്യയെ കണ്ട് ഇന്ദുമതിക്ക് അതിശയമായിപ്പോയി. മോളെന്താ പറയാതെ? ഈ വഴിയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ദുമതി ഉള്ളിൽ നുരഞ്ഞ ആഹ്ലാദത്തോടെ ഇറങ്ങി വന്ന് വിദ്യയുടെ കൈത്തണ്ടയിൽ തൊട്ടു. മനുവേട്ടനവിടെ? എനിക്കത് കാണണമല്ലോ ഇന്ദുവമ്മേ. അവനിപ്പോൾ വരും. ഇന്ദുമതി അവളെ അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. വിദ്യയെ ഹാളിലിരുത്തിട്ട് ഇന്ദുമതി ചായ എടുക്കാനായി പോയി. അല്പം കഴിഞ്ഞപ്പോൾ വിദ്യയും അടുക്കളയിലേക്ക് ചെന്നു. അവൾക്കവിടെ അതിഥിയെപ്പോലെ പെരുമാറുക സാധ്യമല്ല. ഏലക്ക ഗന്ധമുള്ള ചായ ഇന്ദുമതി വിദ്യയ്ക്ക് നൽകി. പലഹാരപാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് അച്ചപ്പവും മരിമുറുക്കും ഇന്ദുമതി ഒരു പ്ലേറ്റിലേക്ക് കുടഞ്ഞിട്ടപ്പോൾ മുൻവശത്തു നിന്നും വിളിയൊച്ച കേട്ടു. അമ്മേ! ഇന്ദുമതി ഒന്ന് നോക്കിയിട്ട്
വിദ്യ മുൻവശത്തേക്ക് നീങ്ങി. താഴത്തെ തൊടിയിൽ വെയിൽ കിടന്നെടുത്ത് നീട്ടിക്കെട്ടിയ കമ്പി അഴകളിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റ് അടുക്കിക്കെട്ടി ചുമന്നുകൊണ്ടുവന്ന് മുറ്റത്തേക്ക് കയറ്റിവെച്ചതായിരുന്നു മനുപ്രസാദ്. ഷീറ്റ് കെട്ട് ഇളം തിണ്ണയിലേക്ക് ഇറക്കി വെച്ചിട്ട് വരുമ്പോൾ സിറ്റൗട്ടിൽ വിദ്യ നിൽക്കുന്നത് കണ്ട് അവന് ആശ്ചര്യമായി. വിദ്യമോളപ്പോൾ ഒന്നു അവൻ തിരക്കി. 10 മിനിറ്റ് ആയതേ ഉള്ളൂ പറഞ്ഞിട്ട് വിദ്യ മനുപ്രസാദിനെ ഒന്ന് നോക്കി. പറമ്പിൽ നിന്നും വേർത്ത് കയറി വന്നിരിക്കുകയാണ്. ഷർട്ട് ധരിച്ചിട്ടില്ലാത്ത അവൻ്റെ വേഷം ഒരു കൈലിമുണ്ടും തോർത്തുമാണ്. ഇപ്പോൾ കണ്ടാൽ ഒരു തനി കൃഷിക്കാരനാണെന്ന് തോന്നും. എന്ന് തുടങ്ങി ഈ കൃഷിപ്പണിയൊക്കെ? വെറുതെ ഇരുന്ന് മുഷിയുമ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി തുടങ്ങിയതാ. പറമ്പിൽ പണിയാൻ ആൾക്കാർ കുറവാ. 2 പേരുടെ ജോലിയൊക്കെ തീർക്കാൻ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് മതി, മനുപ്രസാദ് പറഞ്ഞു. പ്ലേറ്റിലെടുത്ത പലഹാരങ്ങളുമായി ഇന്ദുമതി അവിടേക്ക് ചെന്നു. ഇതൊന്നും വേണ്ടായിരുന്നു ഇന്ദുവമ്മേ, ഇലയട കിട്ടിയാൽ ഞാൻ ഒരെണ്ണം കഴിച്ചേനെ, വിദ്യ പറഞ്ഞു. മോളിപ്പോൾ തിരിച്ചു പോകണില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിത്തരാം. വാഴയില ശാന്തമ്മയുടെ പറമ്പിൽ നിന്ന് എടുക്കണമെന്നേ ഉള്ളൂ. ബാക്കി കൂട്ടെല്ലാം ഇവിടെ ഉണ്ട്. ഇന്ന് വേണ്ട, അടുത്ത വരവിന് കഴിക്കാന്നേ. വിദ്യ മനുപ്രസാദിനെ നോക്കി. എനിക്ക് മനുവേട്ടനോട് ചിലതൊക്കെ പറയാനുണ്ട്. വിദ്യയുടെ മുഖം കണ്ടപ്പോൾ സംഗതി ഗൗരവമുള്ളതാണെന്ന് മനുവിന് മനസ്സിലായി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, അത് കഴിഞ്ഞ് വേണമെങ്കിൽ തൊടിയിലും പറമ്പിലും ഒക്കെ ഒന്ന് നടക്കാൻ പോവാം പറഞ്ഞിട്ട് മനുപ്രസാദ് പുറത്തെ കുളിമുറിക്ക് നേരെ നീങ്ങി. കുളി കഴിഞ്ഞ് വന്ന മനു ഇന്ദുമതി നൽകിയ ചായയും കൂടി കഴിച്ചിട്ടാണ് വിദ്യയോടൊപ്പം തൊടിയിലേക്ക് ഇറങ്ങിയത്. റബ്ബർ തോട്ടത്തിൽ നിന്നും തെങ്ങിൻ പുരയിടത്തിലേക്ക് പോകാൻ തോടിന് കുറുകെയുള്ള തെങ്ങിൻ തടിപ്പാലം കടക്കണമായിരുന്നു. വിദ്യ പാലത്തിലേക്ക് കയറിയപ്പോൾ മനുപ്രസാദ് കൈനീട്ടി. ഒന്ന് സംശയിച്ചിട്ട് വിദ്യ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവളുടെ കൈത്തലം നന്നേ തണുത്തിരുന്നു. എങ്കിലും മനുവിൻ്റെ ഹൃദയത്തിലെങ്ങോ ഒരു ഉണർവ് അനുഭവപ്പെട്ടു. പാലം കടന്നതേ വിദ്യ കൈത്തലം പിൻവലിച്ചു. മനുപ്രസാദ് ദീപ്തമായ മുഖത്തോടെ അവളെ ഒന്ന് നോക്കി. തെങ്ങ് കയറ്റം കൂടി പഠിച്ചെടുത്താലെന്നാ ഇപ്പോഴെൻ്റെ ആലോചന. പൊഴിഞ്ഞു വീഴുന്ന തേങ്ങ അയൽക്കാർ കൊണ്ടുപോവുക, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. മനുവേട്ടാ, വിദ്യ ആഴമുള്ള സ്വരത്തിൽ വിളിച്ചു. അവളുടെ മുഖത്ത് അശാന്തിയുടെ നിഴൽ പരന്നത് കണ്ടപ്പോൾ മനുവിൻ്റെ മനസ്സ് വാങ്ങി. ഞങ്ങൾ ഇന്ന് പ്രമീളേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. മുരളിയേട്ടനെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. വിദ്യ കുട്ടിക്കാലത്ത് പോയ കാര്യങ്ങൾ അവനോട് വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞിട്ടും മനുപ്രസാദ് നിശബ്ദനായി നിന്നതേയുള്ളൂ. മനുവേട്ടൻ എന്താ ഒന്നും പറയാത്തത്? നമ്മളിനി എന്തു ചെയ്യും? എങ്ങനെ ഒരു ഉത്തരം കണ്ടുപിടിക്കും? വിദ്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനുപ്രസാദിന് ഒരു ഇച്ഛാഭംഗം അനുഭവപ്പെട്ടു. വിദ്യയുടെ വരവും ഒരുമിച്ചുള്ള നടത്തവുമൊക്കെ അവൻ്റെ മനസ്സിലെ ഒന്ന് ഉണർത്തി എന്നത് സത്യമായിരുന്നു. രാഹുലിൻ്റെ മരണവും അതിന് പിന്നിലെ ദുരൂഹമായ കാരണങ്ങൾ തിരക്കിയുള്ള അന്വേഷണ യാത്രയുമൊക്കെ ഏതാനും നിമിഷങ്ങളായി വിസ്മരിക്കപ്പെട്ടു വരുന്നു. സ്നേഹാധിക്യത്തിൻ്റെതായ കാന്തതരങ്ങൾ ഹൃദയത്തിൽ നിന്നും പ്രസരിച്ചു തുടങ്ങിയിരുന്നു. ആത്മാവൊരുകി സ്നേഹിച്ചവളെ തനിച്ചു കാണുമ്പോഴുള്ള എല്ലാ വികാര വൈവശ്യങ്ങളും ഞരമ്പുകളിൽ ഉരുകി ഒഴുകുന്നു. മനുപ്രസാദ് അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു. അയാൾ പോക്കറ്റിൽ പരതി സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചു. 2-3 തവണ പുകയൂതി വിടുന്നതിനിടയിൽ അവൻ മനസാന്നിധ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. എങ്ങനെ മുരളിയേട്ടനെ കണ്ടുപിടിച്ച് സംസാരിക്കണമെന്ന് അച്ഛൻ പറയുന്നത്? വിദ്യ പറഞ്ഞപ്പോൾ മനു വീണ്ടും അവളെ ഒന്ന് നോക്കി. സംസാരിച്ചിട്ട് എന്ത് കാര്യം? ഇതിനൊക്കെ പിന്നിൽ മുരളീകൃഷ്ണനാണെങ്കിൽ അയാൾ എന്തെങ്കിലും വിട്ടുപറയോ? അയാൾക്ക് മനസ്സറിവില്ല എങ്കിൽ വെറുതെ സമയം കളയലാവും. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് മനുവേട്ടൻ പറയുന്നത്? മനുപ്രസാദിന് ഉത്തരം കിട്ടിയില്ല. അയാൾ ഒരു പുക കൂടി എടുത്തു. വിദ്യ മനുവിനടുത്തേക്ക് ചെന്ന് സിഗരറ്റ് പിടിച്ചിരുന്ന കൈത്തണ്ടയിൽ പിടിച്ച് ഉയർത്തി മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. എരിയുന്ന സിഗരറ്റിലേക്കും മനുപ്രസാദിൻ്റെ മുഖത്തേക്കും അവളുടെ കൃഷ്ണമണികൾ ഇളകി ഇളകി വീണു. നോട്ടം ഒടുവിൽ മനുവിൻ്റെ കണ്ണുകളിൽ വന്നുറച്ചു. അവളുടെ മിഴികളിൽ ഒരു കുറ്റപ്പെടുത്തലിൻ്റെ സൂചിമുന മനുപ്രസാദ് കണ്ടു. വിദ്യ വലതുകരം നീട്ടി മനുപ്രസാദിൻ്റെ വിരലുകൾക്കിടയിൽ കത്തിക്കൊണ്ടിരുന്ന സിഗരറ്റിനെടുത്തു. അവളത് നിലത്തേക്കിട്ട് മെല്ലെ ചവിട്ടി അണച്ചു കളഞ്ഞു. ഇനി ഇത് വേണ്ട കേട്ടോ. മനുപ്രസാദ് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ വിദ്യയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരിക്കൽ ഇന്ദുവമ്മ പറഞ്ഞിരുന്നു, ഞാൻ കാരണമാ മനുവേട്ടൻ പല ശീലക്കേടുകളും തുടങ്ങിയതെന്ന്. അതൊന്നും ഇനി വേണ്ട. അവളുടെ കണ്ണുകളിൽ ഈറം പടർന്നു. എന്നും എല്ലാവരെയും കൊണ്ടും നല്ലതേ പറയിക്കാവൂ. മറിച്ചെന്തെങ്കിലും കേട്ടാൽ പിന്നെ അതെനിക്കൊരു വിഷമാവും. വിദ്യ കൈവിട്ടിട്ട് തെങ്ങിൻ പുരയിടത്തിലൂടെ നീണ്ടുപോകുന്ന ഒറ്റയടി പാതയിലൂടെ നടന്നു. അവൾ
ഷാളിൻ്റെ തുമ്പുയർത്തി കണ്ണുകൾ ഒപ്പുന്നത് കണ്ടപ്പോൾ മനുപ്രസാദിന് താൻ തോറ്റുപോയതുപോലെ തോന്നി. ഇടം കൈയിൽ പിടിച്ചിരുന്ന ലൈറ്ററിലും സിഗരറ്റ് പാക്കറ്റിലും അവൻ്റെ വിരലുകൾ മുറുകി മുറുകി വന്നു. പാക്കറ്റ് ഞെരുങ്ങി ഒതുങ്ങി ലൈറ്ററിൻ്റെ വീതിയിലായി. വിരലുകൾ അയച്ചപ്പോൾ അവ രണ്ടും മണ്ണിലേക്ക് വീണു. മനുപ്രസാദ് ഒറ്റയടിപ്പാതയിലേക്ക് കയറി വിദ്യയെ പിന്തുടർന്ന് നടന്നു തുടങ്ങി. വിദ്യ മനുപ്രസാദും തിരികെ വരുമ്പോൾ ഇന്ദുമതി ഇലയടയുണ്ടാക്കാനുള്ള തേങ്ങ ചരുകയായിരുന്നു. വിദ്യ മടങ്ങിപ്പോവുകയാണെന്ന് കേട്ടപ്പോൾ അവർ വിഷണ്ണയായി. ഇപ്പോഴേ പോണോ? മനു നിന്നെ മുണ്ടക്കയത്തുക എന്ന് വിടും. ആഗ്രഹം പറഞ്ഞിട്ട് ഇലയട കഴിക്കാതെ പോകണ്ട. ഇനിയും വരാം. ഇപ്പോൾ പോകണം. സമയം വൈകിയ വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും ഇന്ദുവമ്മേ. മനുപ്രസാദ് ബൈക്കിൽ കൊണ്ടുപോയി വിടുമെന്ന് പറഞ്ഞിട്ടും വിദ്യ സമ്മതിച്ചില്ല. വീടിന് മുന്നിൽ നിന്നാൽ ബസ് കിട്ടില്ലേ? മനുവേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. അവൾ യാത്ര പറഞ്ഞ് ഇറങ്ങി ഗേറ്റിനരികെ വരെ മനുപ്രസാദും അവൾക്കൊപ്പം ചെന്നു. വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ആഷിമയോട് കൂടി സംസാരിച്ചിട്ട് വിളിച്ചോളാം. അച്ഛൻ മുരളിയേട്ടനെ കണ്ട് സംസാരിക്കുവാണെങ്കിൽ സംസാരിച്ചോട്ടെ. എന്ത് എങ്ങനെയാണെന്ന് വട്ടം തിരിഞ്ഞ് അനുകൂലമായി വരികയെന്ന് നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. മനുപ്രസാദ് അവളെ ആശ്വസിപ്പിക്കുന്ന സ്വരത്തിലാണ് പറഞ്ഞത്. വിദ്യ തലയാട്ടി സമ്മതിച്ചു. പോട്ടെ. അവൾ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി ക്രോസ് ചെയ്ത് മറുവശത്ത് ബസ് സ്റ്റോപ്പിനരികിലേക്ക് നടന്നു ചെന്നു. വിദ്യാലക്ഷ്മി ബസ്സിൽ കയറി പോകുന്നതുവരെ മനുപ്രസാദ് ഗേറ്റിനടുത്ത് തന്നെ നിന്നു. അവർ പോയതോടെ അവൻ തിരിച്ചു മുറ്റത്തൂടെ നടന്ന് വീടിനടുത്തേക്ക് ചെന്നു. എല്ലായിടത്തും ഒരു പ്രകാശക്കുറവുണ്ടെന്ന് അവന് തോന്നി. ക്ഷണനേരത്തേക്കാണെങ്കിലും കൊളുത്തപ്പെട്ട ഒരു കൈത്തിരി വെട്ടത്തെ ആരോ അണച്ചതുപോലെയുള്ള ഒരു മ്ലാനത മനുപ്രസാദിൻ്റെ ഹൃദയത്തിൽ അതിങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖരൻ്റെ കാറ് പെട്രോൾ പമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ബൈക്കുകാരൻ പെട്രോൾ അടിക്കുകയാണ്. അയാൾ പോയതോടെ ചന്ദ്രശേഖരൻ തൻ്റെ കാറ് ഫ്യൂവൽ ഡിസ്പെൻസർ മെഷീനരികിലേക്ക് കയറ്റിയിട്ടു. പെട്രോൾ ഒരു ഡീസൽ സാബ്? ഒരു ഹിന്ദിക്കാരൻ പയ്യൻ കാറിനരികിലേക്ക് വന്ന് തിരക്കി. ചന്ദ്രശേഖരൻ 2000-ൻ്റെ ഒരു നോട്ടെടുത്ത് കൊടുത്തിട്ട് പെട്രോൾ എന്ന് പറഞ്ഞു. പയ്യൻ പെട്രോൾ നിറച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഡോർ തുറന്നിറങ്ങി. മുരളീകൃഷ്ണൻ കഹാ ഹേ? ചന്ദ്രശേഖരൻ പയ്യനോട് സൗഹൃദഭാവത്തിൽ തിരക്കി. ഏ മുരളി സാർ, അവൻ യജമാനൻ്റെ സുഹൃത്തിനോടെന്ന പോലെ ആദരവ് പ്രകടിപ്പിച്ചു. ആ മുരളി സാബ് കഹാ ഹേ? അവൻ പമ്പിൻ്റെ പിന്നിലുള്ള ക്യാബിന് നേർക്ക് കൈ ചൂണ്ടി. വഹാം സെ പൂച്ചോ. പെട്രോൾ അടിച്ചു തീർത്തിട്ട് കാർ അല്പം നീക്കി നിർത്തിയിട്ട് ചന്ദ്രശേഖരൻ ഇറങ്ങി ചില്ലു ക്യാബിൻ്റെ നേർക്ക് ചെന്നു. അവിടെ കണക്ക് ബുക്കുകൾ പരിശോധിച്ചു കൊണ്ടിരുന്ന മാനേജറെന്ന് തോന്നിച്ച ആളോട് ചന്ദ്രശേഖരൻ മുരളീകൃഷ്ണനെ അന്വേഷിച്ചു. എന്താണ് കാര്യം? എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് മുരളിയെ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കണം. പേഴ്സണൽ മാറ്ററാണ് പറയാനുള്ളത്. സാറിൻ്റെ ഫോണിൽ വിളിച്ചു ചോദിക്കൂ. മാനേജർ മുരളി എവിടെയാണെന്ന് പറയാൻ വൈമനസ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പാപത്തിൽ പറഞ്ഞു. എൻ്റെ കയ്യിൽ നമ്പറില്ല, നിങ്ങളൊന്ന് വിളിച്ചു തരൂ, അത്യാവശ്യമാണ്. മാനേജർ അസ്വസ്ഥത സ്പഷ്ടമാക്കുന്ന ശരീരഭാഷയോടെ ഫോണെടുത്ത് ഏതോ നമ്പറിലേക്ക് വിളിച്ചു. ക്യാൻ യു പ്ലീസ് കണക്ട് മിസ്റ്റർ മുരളീകൃഷ്ണൻ? യെസ്, റൂം നമ്പർ 302. കോൾ കണക്റ്റ് ആവുന്നതുവരെ കാത്തിരുന്നിട്ട് അയാൾ പിന്നെയും സംസാരിച്ചു തുടങ്ങി. സാർ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, സാറിനെ കാണണമെന്നാണ് പറയുന്നത്. അങ്ങോട്ട് വിടണോ? മറുപടിക്കായി ഒരു നിമിഷം കാത്തു നിന്നിട്ട് മാനേജർ ചന്ദ്രശേഖരനെ നോക്കി. സാർ ബിസിയാണ്, പിന്നീട് കാണാമെന്ന്. ചന്ദ്രശേഖരൻ വേഗം ഫോൺ കൈനീട്ടി വാങ്ങി. ഹലോ മുരളി, ഞാൻ ചന്ദ്രശേഖരനാണ്. മുണ്ടക്കയത്തുനിന്ന് നിന്നെ കാണാമെന്നതാ. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുരളീകൃഷ്ണൻ്റെ സ്വരം വന്നത്. ഹലോ ചന്ദ്രേട്ടാ, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അതെ, ഫോണിലൂടെ പറയാൻ പറ്റില്ല, നേരിട്ടൊന്ന് കാണണം. സോറി ചന്ദ്രേട്ടാ, ഞാൻ വിളിച്ചോളാം. ചന്ദ്രശേഖരൻ മറുപടി പറയാൻ ഒരുങ്ങിയപ്പോൾ കോൾ കട്ടായ ശബ്ദം കേട്ടു. മൊബൈൽ തിരിച്ചു കൊടുത്തിട്ട് ചന്ദ്രശേഖരൻ മാനേജറെ ദേഷ്യത്തിൽ നോക്കി. അവനെവിടെ താമസം? ഹോട്ടലിലാണോ? സാറിനോട് എന്താ പറഞ്ഞത്? അതുപോലെ ചെയ്യാം, എനിക്കിനിയൊന്നും പറയാൻ വയ്യ. അയാൾ കണക്ക് ബുക്കിലേക്ക് നോട്ടം വിട്ടു. പുകയുന്ന അവർഷവുമടക്കിയാണ് ചന്ദ്രശേഖരൻ പുറത്തേക്കിറങ്ങിയത്. മനഃപൂർവ്വമായി മുരളി ഒളിച്ചു കളിക്കുകയാണെന്ന് ഉറപ്പായി. എങ്കിൽ അവനെ പിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് ചന്ദ്രശേഖരൻ മനസ്സിലുറപ്പിച്ചു. തന്നെ അങ്ങോട്ട് വിടണോ എന്നാണ് മാനേജർ ആദ്യം ചോദിച്ചത്. അതിനർത്ഥം ഹോട്ടൽ റൂം ഇവിടെ അടുത്തെവിടെയോ ആണെന്നാണ്. റൂം നമ്പർ 302 ചന്ദ്രശേഖരൻ മനസ്സിൽ കുറിച്ചിരുന്നു. തിരുവല്ലയിൽ
ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളും ഉണ്ടെങ്കിലും അതൊന്നും ചന്ദ്രശേഖരന് പരിചിതമായിരുന്നില്ല. എല്ലായിടത്തും കയറി മുരളിയെ അന്വേഷിച്ച് നോക്കുക എന്നതും പ്രായോഗികമല്ല. ചന്ദ്രശേഖരന് ഒരു കൗശലം തോന്നി. അയാൾ കാർ നേരെ മുരളീകൃഷ്ണൻ്റെ ഫിനാൻസ് കമ്പനിയിലേക്ക് വിട്ടു. പോകും വഴി ആദ്യം കണ്ട ATM കൗണ്ടറിൽ നിന്നും 2 ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് 50,000 രൂപ പിൻവലിച്ചു. നെടുമ്പുരക്കൽ ഫൈനാൻസിയേഴ്സ് എന്നു പേരുള്ള സ്ഥാപനത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി ചന്ദ്രശേഖരൻ ഇറങ്ങുമ്പോൾ അയാളുടെ കൈവശം 50,000 ഒരു ബണ്ടിൽ 500 രൂപ നോട്ടുകൾ ഉണ്ടായിരുന്നു. നോട്ടുകെട്ടുകളുമായി അയാൾ ഫൈനാൻസിങ് കമ്പനിയുടെ കൗണ്ടറിനരികിൽ ചെന്നു. മുരളീകൃഷ്ണനോടെ സ്വർണ്ണപ്പണയം സ്വീകരിക്കാനും ഫോം ഫിൽ ചെയ്യുവാനുമുള്ള യുവതി അയാളെ ലേശം അമ്പരപ്പോടെ നോക്കി. മുരളി സാർ ഇവിടെ ഇല്ലല്ലോ സാറേ, എനിക്കൊന്ന് കാണണമല്ലോ. അയാൾ കുറച്ചു മുൻപ് എൻ്റെ കൂടെ കാറിൽ വന്നിരുന്നു. കുറച്ച് പണം സീറ്റിൽ മറന്നു വെച്ചിട്ടാണ് പോയത്. ഇത് തിരിച്ചു കൊടുക്കണം. യുവതി വേഗം മാനേജർ ക്യാബിനിലേക്ക് പോയി ഒരു മധ്യവയസ്കനെയും കൂട്ടി മടങ്ങി വന്നു. ചന്ദ്രശേഖരൻ അയാളോടും കഥ ആവർത്തിച്ചു. മുരളി ഇവിടെ ഒരു ഹോട്ടലിലാണ് താമസമെന്ന് പറഞ്ഞിരുന്നു. റൂം നമ്പർ 302. ഹോട്ടലിലെ പേര് ഞാൻ മറന്നുപോയി. അതാ ഇവിടെ കാണുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. മുരളി എംപയർ റെസിഡൻസിയിലാണ് സാർ താമസിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ വിളിക്കാം. ഉള്ളിൽ വരുന്ന ആഹ്ലാദം മറച്ചു പിടിച്ച് ചന്ദ്രശേഖരൻ പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ നേരിട്ട് കൊണ്ടുപോയി പണം കൊടുത്തോളാം. താങ്ക് യു. അയാൾ വിജയസ്മിതത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ സാറിനെ വിളിച്ചു പറയണോ? പെൺകുട്ടി മധ്യവയസ്കനെ നോക്കി. വേണ്ട, അയാൾ റൂമിൽ ചെന്ന് കണ്ടോളാമെന്നല്ലേ പറഞ്ഞത്. മധ്യവയസ്കൻ തൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചുപോയി. വിസ്കിയുടെ ബോട്ടിൽ തുറന്ന് മുരളീകൃഷ്ണൻ ഗ്ലാസ്സിലേക്ക് 3ാമത്തെ പെഗൊഴിച്ചു. ഐസ് ക്യൂബ് തീർന്നിരിക്കുന്നുവെന്ന് കണ്ട് അയാൾ റൂം സർവീസിലേക്ക് വിളിച്ചു പറഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോർബെൽ മുഴങ്ങി. ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് മനസ്സിലോർത്തുകൊണ്ടാണ് മുരളി ചെന്ന് വാതിൽ തുറന്നത്. മുൻപിൽ ചന്ദ്രശേഖരനെ കണ്ടതും അയാൾ അമ്പരന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.